കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇല്ല താരെ, മറ്റൊന്നും കിട്ടിയില്ലെങ്കിലും ഈ അമരാവതി വീട് എനിക്ക് കിട്ടിയേ പറ്റൂ. അത് തന്നെ ചോദിക്കാനാ എന്റെ തീരുമാനം. നീ ചെല്ല്, ഞാനിപ്പോ വരാം. പൊയ്ക്കോ. നിക്ക്. നിങ്ങളുടെ ഈ സ്നേഹപ്രകടനത്തിനുള്ളിലെ ചതി എനിക്ക് മനസ്സിലായി. ഈ അമരാവതി വീട് എന്റേതായി കഴിഞ്ഞ ആ നിമിഷം നീയും മായയും ഈ വീട് വിട്ടങ്ങ് പോയിക്കോണം. പെട്ടി പാക്ക് ചെയ്ത് വെച്ച് റെഡി ആയിട്ടിരിക്കാൻ ചെന്ന് മായയോട് പറഞ്ഞേക്ക്. അവളാണല്ലോ ഈ ഗെയിമിന്റെ സൂത്രധാരി. അമരാവതി അടക്കം നഷ്ടപരിഹാരം ചോദിക്കേണ്ട ലിസ്റ്റുമായി ഞാൻ ഇപ്പൊ താഴെത്തും. പൊയ്ക്കോ. ചെല്ലടി. ആ വലിയ കവർ നിനക്കുള്ളതാ. ഒന്ന് ശിവയ്ക്കുണ്ട്, ബാക്കി അവരെ ഏൽപ്പിച്ചാൽ മതി. ജ്യോതി, ജ്യോതി, പോകാനുള്ള തീരുമാനം മാറ്റിക്കൂടെ? അതൊക്കെ നമുക്ക് വക്കീലിനോട് നേരിട്ട് സംസാരിക്കാം. നീ വാ. പെറ്റീഷൻ വായിച്ചു നോക്കിക്കോളൂ. എനിക്കിത് വായിച്ചു നോക്കണമെന്നില്ല. ഒന്നുകൂടി തിങ്ക് ചെയ്ത് നോക്കിയിട്ട് പോയാ പോരെ. ഇനിയൊന്നും ചിന്തിക്കാനില്ലമ്മേ. എന്റെ വാക്കിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കാം. പോകാൻ തീരുമാനിച്ച ജ്യോതിയല്ലേ, അതുകൊണ്ട് ഞാനത് തടയില്ല. രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചത് പാലാന്ന് പറഞ്ഞതുപോലെ നീ കൂടുതൽ ഹാപ്പി ആയല്ലേ? അമ്മ ഇതൊക്കെ DKയോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു പാവത്തിനെ ട്രാപ്പിലാക്കിയിട്ട് നിന്ന് ഡയലോഗ് അടിക്കുന്നോ? അപ്പോ നിങ്ങൾ രണ്ടുപേരും കൂടി ഡിസ്കസ് ചെയ്തിട്ടല്ലേ ഈ തീരുമാനം എടുത്തത്? നോ വക്കീലേ, ഇവരെല്ലാം കൂടെ ഡ്രാമ കളിച്ച് അവനാൽ ട്രാപ്പിലാക്കിയതാ. അതിന്റെ സൈലന്റ് ഡയറക്ടറാ ഈ നിൽക്കുന്നത്. ഇവനതിന് കാഴ്ചക്കാരൻ മാത്രമാ. ഇനിയൊരു റീതിങ്കിങ്ങിന് സമയമുണ്ട്. പെറ്റീഷൻ തയ്യാറാക്കിയെന്ന് കരുതി അത് ഫാമിലി കോർട്ടിൽ ഫയൽ ചെയ്യണമെന്ന് നിയമമൊന്നുമില്ല. DK, സംസാരിച്ചാൽ തീരാവുന്ന പ്രോബ്ലം ആണെങ്കിൽ വെറുതെ കോടതി വരെ വലിച്ചഴിക്കണോ?
പിരിഞ്ഞു പോകുന്നത് തന്നെയല്ലേ നല്ലത്. ഇവൾക്ക് ഇത്രയ്ക്ക് ധൈര്യമായച്ചി. ഇവള് മിക്കവാറും അമരാവതി വീട് തന്നെ ചോദിക്കും, ഉറപ്പാ. പിരിയാനുള്ള തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല. DK, എങ്കി പിന്നെ ഈ പെറ്റീഷൻ വായിച്ചു നോക്കി ഒപ്പിട്ടേക്ക്. ഇനി DKക്ക് ഒപ്പിടാം. അപ്പോ അത് കഴിഞ്ഞു. ഇത് ഞാൻ ഇന്ന് തന്നെ കോടതിയിൽ ഫയൽ ചെയ്യാം. ഇമ്മീഡിയറ്റ് ആയിട്ട് കൗൺസിലിംഗ് പ്രോസസ്സിലേക്ക് പോകാനുള്ള ഏർപ്പാടുകൾ ചെയ്യാം. ഇനി കൗൺസിലിംഗിന്റെ ആവശ്യമുണ്ടോ മാഡം? അതൊക്കെ കോടതി നടപടികളുടെ ഭാഗമാണ്. കൗൺസിലർ അഡ്വക്കേറ്റിനോട് കാര്യങ്ങൾ വിശദമായി പറഞ്ഞാൽ മതി. ഒരു ദിവസം കൊണ്ട് തന്നെ അത് കഴിയും. ഇപ്പൊ പഴയതുപോലെയല്ല, എല്ലാം സ്പീഡിലാ. എത്രയും പെട്ടെന്ന് കോടതി നടപടികൾ ഒന്ന് അവസാനിപ്പിച്ചു തന്നാൽ വലിയ ഉപകാരം. അതൊക്കെ ഞാൻ ഏറ്റു. അല്ല, എന്തൊക്കെയാ നിങ്ങളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്? മനസ്സിലായില്ലേ? ഞാൻ ഈ നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തെക്കുറിച്ചാ ചോദിച്ചത്. അതിനും കൂടി ഒരു എഗ്രിമെന്റ് ആയ പിന്നെ കാര്യങ്ങൾ എളുപ്പമായി. എന്തൊക്കെയാ ജ്യോതിയുടെ ഡിമാൻഡ്സ്? മടിക്കണ്ട. ജീവനാംശം കിട്ടാനുള്ള എല്ലാ യോഗ്യതയും ജ്യോതിക്കുണ്ട്. ഈശ്വരാ, അമരാവതി വീട് ഇവിടെ ചോദിക്കല്ലേ. ഇക്കാര്യത്തിൽ മാത്രം എനിക്കൊരു ബാർഗൈനിങ്ങും ലോക്കില്ലേ. ജ്യോതി ചോദിക്കുന്ന എന്തും അവൾക്ക് നൽകാൻ എനിക്ക് സമ്മതം.
പണമോ പ്രോപ്പർട്ടിയോ എന്തും ആവശ്യപ്പെടുന്നത് നൽകാൻ ഞാൻ ഒരുക്കുക. ജ്യോതിക്ക് എന്താ പറയാനുള്ളത്? അങ്ങനെ എന്തും തരാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എത്ര പണം, പ്രോപ്പർട്ടി എത്ര, അതിനൊക്കെ ഒരു കണക്ക് വേണ്ടേ? വക്കീലെ, അതൊന്ന് വായിച്ച് കേൾപ്പിക്കും. ജ്യോതി, DK പറഞ്ഞതനുസരിച്ച് ഞാനൊരു എഗ്രിമെന്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഞാൻ വായിക്കാം. വേണ്ട, ഇങ്ങ് തന്നാ മതി, ഞാൻ വായിക്കാം. കൊള്ളാം വക്കീലെ, ഞാൻ വിചാരിച്ചതിനേക്കാളും കൂടുതലുണ്ട്. അത് മാത്രമല്ല, ചോദിച്ചതിൽ 2 കാര്യങ്ങൾ ഒഴിച്ച് എല്ലാം ഇതിലുണ്ട്. മായച്ചി, എന്തൊക്കെയാ DK അവൾക്ക് എഴുതി കൊടുത്തത്? അങ്ങനെ എല്ലാം ഒന്ന് പറഞ്ഞാ ഞങ്ങൾ എങ്ങനെ അറിയും? ഇങ്ങ് തന്നെ, ഞാനൊന്ന് നോക്കട്ടെ. വെപ്രാളപ്പെടാതെ മായ, ഞാൻ തന്നെ ഇത് വായിച്ചു കേൾപ്പിക്കാം. ദേ, ശ്രദ്ധിച്ച് കേട്ടോണം, പിന്നെ ആരും കേട്ടില്ല എന്ന് പറയരുത്. ജീവനാംശമായി 5 കോടി രൂപ വില വരുന്ന പ്രോപ്പർട്ടി. പിന്നെ പുറത്തു കിടക്കുന്ന ബെൻസ് കാർ. എനിക്ക് യാത്ര ചെയ്യാനേ. നീ ചോദിച്ച മറ്റു 2 കാര്യങ്ങൾ എനിക്ക് നൽകാനാവില്ല. DK റെസ്റ്റോറന്റും ഈ വീടും. അതിന് 2നും ചില നിയമ തടസ്സങ്ങളുണ്ട്. ഇത്രയും മതിയോ, അതോ ഇതിനേക്കാൾ വലിയ ഡിമാൻഡ് ഇനിയുണ്ടോ? പറയൂ, നീ എന്ത് ചോദിച്ചാലും അത് നൽകാൻ എനിക്ക് സമ്മതമുള്ളൂ. അഞ്ച് കോടി രൂപ വിലയുള്ള പ്രോപ്പർട്ടി, ബെൻസ് കാർ. എന്റെ അഭിമാനത്തിന് വിലയിടാൻ ഇതൊന്നും പോരെ ഹിറ്റ്ലറെ. ജ്യോതി, നിങ്ങൾ ഈ കാണിക്കുന്നത് മണ്ടത്തരമാണ്. 5 കോടി രൂപയെന്ന് പറയുന്നത് നിങ്ങളെപ്പോലൊരു പെൺകുട്ടിക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത തുകയാണ്. എനിക്കറിയാം വക്കീലേ, പക്ഷെ എനിക്ക് ഈ ഹിറ്റ്ലറിന്റെ ഒരു നയാ പൈസ പോലും നഷ്ടപരിഹാരം ആവശ്യമില്ലാന്ന്. എത്രയും പെട്ടെന്ന് എനിക്ക് ഡിവോഴ്സ് ഒന്ന് വാങ്ങിച്ചു തന്നാ മതി. നിനക്ക് പിന്നെ എന്താ വേണ്ടത്? ഒന്നും തരാതെ നിന്നെ ഇറക്കി വിട്ടുന്നൊരു പേരുദോഷം നാളെ എനിക്കുണ്ടാവരുത്. നഷ്ടപ്പെട്ട എന്റെ ജീവിതത്തിന് പകരം വയ്ക്കാൻ നിങ്ങളുടെ പണത്തിന് പറ്റില്ല ഹിറ്റ്ലറെ. ഈ വീടിനുള്ളിൽ തകർന്നു പോയതേ എന്റെ സ്വപ്നങ്ങളാ. നിങ്ങളുടെ ഭാര്യയായിട്ട് വന്ന നിമിഷം മുതൽ ദാ ഇപ്പൊ വരെ നിങ്ങൾ എന്നോട് നീതി കാണിച്ചിട്ടില്ല. മരിച്ചുപോയ ഭാര്യയെ ഓരോ നിമിഷത്തിലും ഓർക്കുന്ന നിങ്ങൾ, കൺമുന്നിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ചിരുന്ന എന്നെ ഒരിക്കൽ പോലും പരിഗണിച്ചിട്ടില്ല.
സ്നേഹിച്ചിട്ടില്ല. പിന്നെ എനിക്ക് എന്തിനാ നിങ്ങളുടെ പണം? ഒരു പഴഞ്ചൊല്ലി കേട്ടിട്ടുണ്ട്, നാണം കെട്ടും പണം നേടുകിൽ നാണക്കേട് ആ പണം തീർത്തിടുമെന്ന്. ഇവിടെ നിങ്ങൾ തരുന്ന ഈ പണം ഉണ്ടല്ലോ, അതെനിക്ക് തരുന്നത് നാണക്കേട് മാത്രം. അതെന്റെ അഭിമാനത്തിന് മുറിവേൽപ്പിക്കും ഹിറ്റ്ലറെ. എനിക്കൊന്നും വേണ്ട. വന്നതുപോലെ തന്നെ ഞാൻ ഈ വീടിന്റെ പടി ഇറങ്ങിപ്പോവും. എന്റെ കാൽപാദത്തിൽ പറ്റുന്ന മൺതരി പോലും ഈ അമരാവതിയിൽ നിന്നും ഞാൻ കൊണ്ടുപോവില്ല ഹിറ്റ്ലറെ. പക്ഷെ ദാ ഇത് നിങ്ങൾ ഒരിക്കൽ എനിക്ക് സമ്മാനമായിട്ട് വാങ്ങിത്തന്ന സാരി. ഒരു വർഷം നിങ്ങൾക്കൊപ്പം ജീവിക്കുന്നതിനിടയിൽ നിങ്ങൾ എനിക്ക് തന്ന സമ്മാനം. നഷ്ടപരിഹാരമായിട്ട് ഇത് മാത്രം മതി എനിക്ക്. ഇത് കൊണ്ടുപോവാൻ എന്നെ അനുവദിക്കണം. ഞാനിത് നിന്നെ വെറും കൈയോടെ പറഞ്ഞയക്കാൻ ഞാൻ സമ്മതിക്കില്ല. വക്കീലേ, ഇതാ എന്റെ വിൽപത്രം. ഈ അമരാവതി അടക്കം എന്റെ പേരിലുള്ള സകല സ്വത്തുക്കളും ജോജിയുടെ പേരിൽ എഴുതാനാ എന്റെ തീരുമാനം. ബേട്ടി, നീ ഇത് വാങ്ങണം. ഈ അമ്മ നിനക്ക് മനസ്സറിഞ്ഞ് തരുന്നതാ. മോളെ, നീ എന്ന് ഈ അമരാതിൽ ഉണ്ടാകണമെന്ന ഈ അമ്മയുടെ ആഗ്രഹം. നഷ്ടപ്പെട്ട നിന്റെ ലൈഫിന് ഇതിനൊന്നും പരിഹാരമാവില്ലെന്ന് അമ്മയ്ക്കറിയാം. എന്നാലും മോളത് സ്വീകരിക്കണം. അമ്മ ക്ഷമിക്കണം, ഞാനിത് സ്വീകരിക്കില്ല. ഒന്നുമില്ലാതെ വന്നവളാ ഞാൻ. തിരിച്ചൊന്നും കൊണ്ടുപോവാതെ തന്നെ എനിക്ക് മടങ്ങണം. ഞാൻ ജീവനെ പോലെ സ്നേഹിക്കുന്ന എന്റെ ഭർത്താവിന്റെ സ്നേഹം ഒരിക്കൽ
അമരാവതി വീടിന് ഇവർക്ക് എല്ലാവർക്കും അവകാശമുണ്ട്. അമ്മയുടെ സ്നേഹം ഞാൻ നിഷേധിക്കുകയല്ല. ഒരു മനുഷ്യജീവിയായിട്ട് എന്നെ ഈ വീട്ടിൽ കണ്ടത് അമ്മ മാത്രമാ.